നമുക്കറിയാം, നമ്മൾ ഈ കോൺകോർഡിന്റെയും പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായുവുമായിട്ടുള്ള ഘർഷണം, ഭൂമിയുടെ ആകർഷണ ബലം, ഇത് രണ്ടുമാണ് നമ്മുടെ വേഗത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, അല്ലെ, അന്തരീക്ഷത്തിൽ കൂടെ പറക്കുമ്പോൾ. എന്നാൽ സ്പേസിലേക്ക് കയറുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുകയാണ്. അവിടെ ഫ്രിക്ഷൻ വളരെ കുറയുന്നു, ഭൂമിയുടെ ആകർഷണബലം തുലവും കുറവാകുന്നു. ഇത് രണ്ടും ആകുമ്പോൾ നമുക്കറിയാം, ഇന്ധനത്തിന്റെ അളവ് തീരെ കുറച്ച് മതി, സ്പീഡ് എത്ര വേഗത്തിൽ വേണമെങ്കിലും പോകുന്നതിന് പ്രശ്നമില്ല. എത്ര സ്പീഡിൽ പോയാലും ഈ ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ലാത്തതുകൊണ്ട് ചൂടാവുന്നതിനോ തീ പിടിക്കുന്നതിനുള്ള സാധ്യതകളില്ല. സ്പേസിലെ ഓക്സിജന്റെ അഭാവം തന്നെ തീക്കുള്ള സാധ്യതയെല്ലാം ഒഴിവാക്കുന്നു. അപ്പോ സ്പേസ് എന്ന് പറയുന്ന, സാർ സൂചിപ്പിച്ചതുപോലെ, സ്പേസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ യാത്ര അതിവേഗത്തിലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലേറെ വേഗത്തിലും സുരക്ഷിതവുമായിട്ട് നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ആധുനിക ഗവേഷകർ കരുതുന്നത്. സർ ബെർട്ട് റൂത്തർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഈ ചിന്തയുടെ പിന്നിൽ. അപ്പൊ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്ന് പറയുന്നത്, ഒന്ന് സ്പേസിലേക്ക് കയറുന്നതും, രണ്ട് സ്പേസിൽ നിന്ന് ഇറങ്ങുന്നതും മാത്രമാണ്. സ്പേസിലൂടെയുള്ള യാത്ര ഈ ഭൂമിയിലുള്ള യാത്രയേക്കാൾ സുരക്ഷിതമാണ്, ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല. അപ്പോ ഈ അപകടം പിടിച്ച സ്പേസിലേക്കുള്ള കയറ്റവും സ്പേസിൽ നിന്നുള്ള ഇറക്കത്തിലും നമ്മൾ ആ ടെക്നോളജിയിൽ മിടുക്കന്മാരായി കഴിഞ്ഞാൽ, അതിൽ വിദഗ്ധന്മാരായി കഴിഞ്ഞാൽ, തീർച്ചയായും ആ കമ്പനിക്ക് നാളെ സ്പേസിലൂടെയുള്ള യാത്രകൾ നടത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറാൻ കഴിയുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതിന് വേണ്ട എന്താണെന്ന് നമുക്കറിയാം. സൈക്കിൾ കയറ്റ് സേഫായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് വീഴ്ചയില്ലാതെ ഒരു സൈക്കിൾ അഭ്യാസിയായി മാറണമെങ്കിൽ ചെയ്യേണ്ട പണി നിരന്തരം സൈക്കിളെ കയറുക എന്നുള്ളതേ ഉള്ളൂ, വീണ് തന്നെ പഠിക്കുക. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബുദ്ധിമാന്മാരായ സായിപ്പുമാര് ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത്, സ്പേസ് ടൂറിസം. അതായത് അതിലൂടെ സ്പേസിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും തിരിച്ചിറക്കുകയും ചെയ്യുന്ന ടെക്നോളജിയിൽ മാസ്റ്റർ ആവുക, നിരന്തരം സ്പേസിലേക്ക് ആളുകളെ വിടുക, തിരിച്ചിറക്കുക. അപ്പൊ അത് കുറച്ച് നാളുകൾ കൊണ്ട് അതൊരു ഒരു എക്സ്പെർട്ടൈസ് അതിലുണ്ടാവുന്നു. അതോടെ ഈ പദ്ധതിയിലേക്ക് കടക്കാൻ കഴിയും. പേലോഡുകൾ സ്പേസിലേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, ഇന്റർനെറ്റിന്റെ സെർവറുകളിലോ ഭൂമിയിലാണ് വളർത്തിയിരിക്കുന്നത്. ഇതൊക്കെ സ്പേസിലേക്ക് ആക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ നാളത്തെ ഗതാഗതത്തിന്റെ, യാത്രയുടെ ഒക്കെ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു മുന്നേറ്റത്തിന്റെ ആദ്യത്തെ ചുവടുകളാണ് ഈ ബഹിരാകാശ ടൂറിസം എന്ന് നമ്മൾ കരുതുന്ന, ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കാൻ പോകുന്ന ഒരു പദ്ധതി. അപ്പോ അതൊരു വലിയ വിപ്ലവകര, അതായത് നമ്മുടെ യാത്രകളുടെ വേഗത കൂട്ടുന്ന, ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമാകാൻ പോകുന്ന ഒരു കാര്യമാണ്. മിക്കവാറും 20-25 വർഷങ്ങൾക്കകം ഇത് നിരന്തരമായി സ്പേസിലൂടെ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് എത്തും. അന്ന് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ പലരും ഒരു സംശയവും വേണ്ട, സ്പേസിൽ പോയിട്ടുള്ളവരായിരിക്കും, സ്പേസിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് പലർക്കും അതിനകത്ത് സംശയം ഉണ്ടായിരിക്കാം, പക്ഷെ സംശയിക്കേണ്ട, ടെക്നോളജി അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങളിൽ 90% ആളുകളും ജീവിതത്തിലെ കുട്ടികൾ, എന്റെ മുമ്പിൽ കാണുന്ന കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്പേസിൽ പോയിട്ടുള്ളവരായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക. ഇത്രയും ഒരു അപൂർവ അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. രണ്ടുപേരാണുള്ളത്. ഒന്ന് അതിന്റെ സയന്റിസ്റ്റ്, മറ്റൊരു സ്പേസ് ടൂറിസ്റ്റ്. ഈ രണ്ടുപേരുടെയും കൂടെ ഇന്ററാക്ഷനിൽ കൂടി നമുക്ക് പലരും മനസ്സിലാക്കാൻ കഴിയും. ധൈര്യമായിട്ട് ചോദിക്കുക. മൈക്രോഫോൺ കിട്ടും. സാറ് പറഞ്ഞില്ലേ, ആ സ്പേസ് ഷിപ്പ് നിങ്ങൾ പോയ പ്ലെയിന് ഗാ ഷേപ്പിലാണ്, താഴേക്ക് വന്നപ്പോ സീറോ ഗ്രാവിറ്റി ആയിട്ട് നല്ലത്. അതെങ്ങനെയാണ് താഴേക്ക് വളരെ വേഗത്തിൽ വരുമ്പോ സീറോ ഗ്രാവിറ്റി? അതായത് നമ്മളൊരു വസ്തു, ഒരു പ്ലെയിൻ താഴേക്ക് വരികയല്ല, മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ താഴേക്ക് വീഴുന്നത് ഏതാണ്ട് ഭൂമിയുടെ ഈ ആകർഷണബലത്തിന്റെ തുല്യമായ വേഗത്തിലല്ലേ? അതിന്റെ തിയറി, അതിന്റെ സാങ്കേതികത്വം എങ്ങനെയാണ്? അതായത് ഒരു വിമാനം
അപ്പോൾ നമ്മുടെ ഈ സാറിന്റെ ഈ പരീക്ഷണത്തിന് ഇടയ്ക്കുള്ള മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നാണ് അറിയേണ്ടത്. അത് സന്തോഷമാണോ, അതോ സന്താപമാണോ, അതോ ആൻസൈറ്റിയാണോ, അതോ ഭയം? പോകുമ്പോഴാണോ? അല്ല, പരിശീലനത്തിനിടയ്ക്ക്. ഓക്കെ, നമുക്കറിയാം പരിശീലനം എന്നല്ല, ഇതിന്റെ ആദ്യത്തെ അറിയിപ്പ് എനിക്ക് കിട്ടുന്ന സമയം മുതൽ നമുക്കിതിനകത്തൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഇതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം ഇത് സന്തോഷ് ജോർജ് കണ്ടുപിടിച്ച ഒരു ടെക്നോളജി അല്ല നടപ്പാക്കാൻ പോകുന്നത്. ലോകത്തെ ബുദ്ധിയുള്ളവന്മാർ കണ്ടുപിടിച്ച ഒരു ടെക്നോളജി അല്ലെ. ഈ വാഹനത്തിൽ നമുക്ക് മുമ്പേ എത്രയോ ആളുകൾ പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആൻസൈറ്റിയോ ഭയമോ ഒട്ടും ഉണ്ടായിട്ടില്ല. കാരണം പിന്നെയുള്ള ചെറിയൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നത് എന്റെ ഈ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. എന്റെ കൂടെയുള്ള ബാക്കി 6 പേരെ ഇത്തവണയും അതിന് മുമ്പുള്ള 12 പേർക്കും പരിശീലനത്തിൽ പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു. ഇൻസ്ട്രക്ടർ പറയുന്നത് കേട്ടിരുന്ന് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുക, ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. എനിക്കൊരൊറ്റ ജോലിയും കൂടി ഉണ്ട്. എന്താണ്? ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് സഞ്ചാരത്തിലൂടെ കാണിക്കണം. അപ്പോ ഞാനിവിടെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് കേൾക്കും, അതിനിടയ്ക്ക് ക്യാമറ അവിടെ കൊണ്ടുപോയി വെച്ച് അത് ഷൂട്ട് ചെയ്യും. സാറ് അങ്ങ് തിരിയുന്ന സമയം ഇൻസ്ട്രക്ടർ അങ്ങ് തിരിയുന്ന നേരത്ത് കുറെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് താഴെ വെക്കും. ഇങ്ങനെ ഈ പരിശീലനം പറക്കലിനിടയ്ക്ക് ഇപ്പം ഞാൻ സീറോ ഗ്രാവിറ്റിയിൽ പറക്കുന്ന ദൃശ്യങ്ങളൊക്കെ സഞ്ചാരത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ തന്നെ എവിടെയെങ്കിലുമൊക്കെ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യണം. ഇതിന്റെ ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒഴിച്ചാൽ. ഒരുപക്ഷെ ചിലപ്പോൾ അതിന്റെ ടെൻഷനിലേക്ക് ഞാൻ ചിന്തിച്ചതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഓർക്കാതെ പോയതും ആവാം. എന്റെ ഏക ആൻസൈറ്റി ഇത് കൃത്യമായിട്ട് എന്റെ പരിശീലനം ഈ അനുഭവങ്ങൾ മുഴുവൻ ചിത്രീകരിച്ച് സഞ്ചാരത്തിലൂടെ നമ്മളെ ആളുകളെ കാണിക്കാൻ കഴിയുമോ, ഏതെങ്കിലും പ്രധാന ഷോട്ട് വിട്ടുപോകുമോ എന്നുള്ളതായിരുന്നു. അത് ഒരു പരിധിവരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിയും. ഈ ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ബഹിരാകാശ വാഹനങ്ങളുടെയും ആകാശവാഹനങ്ങളുടെയും നിർമ്മാതാവായ ബർട്ട് റൂട്ടൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ്. നാസയിൽ പണ്ടത്തെ സയന്റിസ്റ്റ് ആയിരുന്നു. അവിടുന്ന് മാറി സ്വയം ഇത്തരം ആകാശ പറവുകൾ കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ടെക്നോളജിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ടീമിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സേഫ് ആയിരിക്കും എന്ന് കരുതുന്നു. അത് സാറിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. സ്പോൺസേഴ്സിനെ കുറിച്ച് സ്പോൺസേഴ്സ് ഉണ്ട്, പല സ്പോൺസേഴ്സ് ഉണ്ട്. പല ടെലിവിഷൻ ചാനലുകൾ അതിനുവേണ്ടി നാഷണൽ ലെവലിലുള്ള ചാനലുകളുണ്ട്. പല പ്രോജക്റ്റുകളുണ്ട് അതിന്റെ ഭാഗത്ത്. സാധാരണക്കാരനെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഇനി നിങ്ങളൊക്കെ ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്നവരെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? വിമാനത്തിലാണ് അല്ലെ? പണ്ടൊക്കെ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഏതോ സമ്പന്നർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് ഇവിടുന്ന് ഒരു കാർപ്പന്റർ ജോലിക്ക് ഗൾഫിലേക്ക് പോകുന്നവരും എവിടെയാ പോകുന്നത്? വിമാനത്തിലെ യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ സ്പേസ് യാത്ര നാളെ ഒരു സമ്പന്നർക്കുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല. അതൊരു മനുഷ്യന്റെ ആവശ്യമായിട്ട് മാറുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. അതൊക്കെ നമ്മുടെ ആവശ്യമായിട്ട് മാറും. നിങ്ങൾക്ക് ചന്ദ്രനില് നമുക്കറിയാം, ചന്ദ്ര പര്യവേഷണം നടക്കുകയാണ്. അവിടെ നിന്ന് പല വസ്തുക്കളും നമ്മൾ ഖനനം ചെയ്തെടുക്കാൻ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. നാളത്തെ ഇന്ധനം ചിലപ്പോൾ അവിടെ നിന്നായിരിക്കാൻ കിട്ടുക. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ നിങ്ങളെ ആ ഇന്ധനത്തിന്റെ ഖനനം നടത്തുന്ന കമ്പനി നിങ്ങളെ അവിടെയായിരിക്കും ജോലിക്ക് നിയമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പേസിൽ പോയാലേ പറ്റൂ. ഇത് ഞങ്ങള് ഈ സ്പേസിൽ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു നഗരത്തെ കാണുന്ന പറഞ്ഞ പോലെ ഭൂമിയെ വളരെ അകലെ നിന്ന് കാണുക. അവിടെ മറ്റു കാഴ്ചകളൊന്നും അധികമില്ല. ഇരുണ്ട, നമുക്ക് ഇരുട്ട് മാത്രമാണ് കൂടുതലും കാണുക. അപ്പൊ ഭൂമിയാണ് അവിടുത്തെ ഏക ആകർഷണം അല്ലെങ്കിൽ കാണാനുള്ള കാഴ്ച നമുക്ക്. കാരണം ചന്ദ്രനിൽ ചെന്നാൽ പോലും നമ്മളുടെ തൊട്ടടുത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭൂമി മാത്രമാണ്. ചന്ദ്രന്റെ മറ്റു ഗ്രഹങ്ങളൊക്കെ നമ്മളിവിടെ ഭൂമിയിൽ കാണുന്ന പോലെ തന്നെ ചെറിയ 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 പ്രകാശത്തിന്റെ തുരുത്തുകളായിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇത് 5000 ചില്ലുവാനും കിലോമീറ്റർ വേഗത്തിലാണ് ഈ വാഹനം കുതിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകളെ മൊത്തം ഈ യാത്രയ്ക്ക് ആവശ്യം വരുന്നുള്ളൂ. മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മൾ സ്പേസിലേക്ക് കയറി കഴിയും. താങ്ക് യു. ഈ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.